വലക്കാവ് മേഖലയിലെ 5 പാറമടകളും 3 ക്രഷർ യൂണിറ്റുകളുമാണ് ജനജീവിതത്തിന് ദുരിതം സൃഷ്ടിച്ച് പ്രവർത്തിച്ചിരുന്നത്. നാട്ടുകാരുടെ ശക്തമായ സമരത്തിനൊടുവിൽ കൃഷിമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് പാറമടകളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും പട്ടയം റദ്ദാക്കാനും തീരുമാനിച്ചു. എന്നാൽ ഇതു സംബന്ധിച്ച് തയ്യാറാക്കിയ തഹസിൽദാരുടെ റിപ്പോർട്ടിൽ പട്ടയം റദ്ദാക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല. ഇത് ഉന്നതതല ഇടപെടലിന്റെ ഭാഗമായാണെന്നാണ് മലയോര സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. ഇതിനായി വ്യവസായ മന്ത്രി EP ജയരാജനെ പാറമട ഉടമകൾ 12 കോടി രൂപ കോഴ നൽകിയിട്ടുണ്ടെന്നും സമരക്കാർ ആരോപിക്കുന്നു. തൃശ്ശൂർ ജില്ലാ കളക്ടർ കൗശികൻ ഈ ക്രഷർ കോറികളുടെ തന്നെ കാര്യത്തിൽ ഇവർക്ക് അനുകൂലമായി നടപടിയെടുത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തന്നെ തൃശ്ശൂർ കളക്ടറായി കൊണ്ടുവന്ന് ഇവർക്ക് അനുകൂലമായ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് ക്രഷർ കോറി അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞത്. അതിന്റെ കൂടുതൽ തെളിവുകൾ തീർച്ചയായിട്ടും അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെതായ എല്ലാ രേഖകളടക്കം പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനോടൊപ്പമേലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കി തങ്ങൾക്ക് അനുകൂലമായി നിയമനിർമ്മാണം നടത്താൻ EP ജയരാജന് ക്വാറി ക്രഷർ അസോസിയേഷൻ നേരിട്ട് നൽകിയ അപേക്ഷ മന്ത്രി ജില്ലാ കളക്ടർക്ക് കൈമാറിയിരുന്നു. ഇത് റവന്യൂ, വനം, വ്യവസായ വകുപ്പുകളുടെ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും സമരസമിതി ആരോപിക്കുന്നുണ്ട്. പാറമടകൾ തുറക്കാനുള്ള നീക്കത്തിനെതിരെ ഈ മാസം 28 മുതൽ കളക്ടറേറ്റിന് മുന്നിൽ സമരം ആരംഭിക്കാനാണ് മലയോര സംരക്ഷണ സമിതിയുടെ നീക്കം. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.